നൈഫ് നമ്മുടെ ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. JPSനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ കേരളത്തിൽ 7ാമത്തെ റാങ്ക് നമുക്ക് കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ വർഷം 20ാം റാങ്കും അതുപോലെ തന്നെ 55ാം റാങ്കും വാങ്ങിച്ച് JPS വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. കുറഞ്ഞ കുട്ടികളിൽ നിന്ന് 10,000-കണക്കിന് കുട്ടികളിൽ നിന്നല്ല, 1000-കണക്കിന് കുട്ടികളിൽ നിന്നല്ല, വെറും കേവലം 200ഓളം വരുന്ന കുട്ടികളിൽ നിന്നാണ് നമ്മുടെ ഈ റിസൾട്ട്. ഇതിൽ തന്നെ നൈഫയുടെ റിസൾട്ട് എന്ന് പറയുന്നത് JPSന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. നമ്മൾ ഏറ്റവും നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഇതിനു മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും അത്ര ഹാപ്പി ആയിരുന്നില്ല. ഈ ഒരു വർഷം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു മൊമെൻ്റാണ്. ഇപ്പോഴ് എന്താ നൈഫൊക്കെ ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാരൻസിൻ്റെ കൂടെയുള്ള ആ മൊമെൻ്റ് എല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോവാണ്. എന്തായിരുന്നു എക്സാം റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഉണ്ടായ ഫീൽ എന്തായിരുന്നു? എങ്ങനെയൊക്കെയാണ് അതിന് തോന്നിയത് മോൾക്ക്? സത്യം പറയാലോ, ഞാൻ കഴിഞ്ഞ വർഷം മിസ് ചെയ്തൊരു കാര്യമുണ്ട്. എൻ്റെ ഉപ്പൻ്റെ ഉമ്മേനും ചെറിയ ആ ഒരു ടൈമിന് എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഞാൻ വിചാരിച്ച കോഴ്സിന് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പം അയ്യോ ഓല മുഖം ഓല പറഞ്ഞില്ല, പക്ഷെ ആ ഒരു സെക്കൻഡ് വന്ന സെക്കൻഡ് ഓല മുഖം മാറി. അത് ഞാൻ കണ്ട് അന്നെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിന്. അത് ഈ വർഷം ഞാൻ കണ്ട്, ഞാൻ എന്നാണ് കഴിഞ്ഞ വർഷം മിസ്സാക്കിയത് അത് പ്രശ്നം കണ്ട് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു നമുക്കതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പാരൻസ്. അതായത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LKG UKG അവിടെ നിങ്ങളുടെ 12ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് 15 വർഷത്തോളം നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ 15 വർഷത്തിൽ പാരൻസ് നമുക്ക് വേണ്ടതെല്ലാം തന്നു. പക്ഷെ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് സത്യത്തിൽ ഇപ്പം നമ്മൾ കൊടുത്തു. ആ മൊമെന്റിൽ സത്യം പറഞ്ഞാൽ പാരൻസിനെ നമ്മൾ പ്രൗഡാക്കി. ഇത്രയും കാലം നൈഫയുടെ പാരൻസ് എന്നറിയപ്പെടുന്നതിന് പകരം ഇനി നാളെ നൈഫ് ഏത് കോളേജിലാണോ പഠിക്കുന്നത്, ആ MBBS പഠിക്കുന്ന ആ മോളുടെ പാരൻസ് എന്ന് നാളെ നമ്മുടെ പാരൻസ് അറിയപ്പെടുന്ന ഒരു ദിവസം വരും അല്ലേ? ഇപ്പൊ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്താണ് ഉമ്മ വാപ്പയൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ മോളുടെ റിസൾട്ട് എന്ന് പറഞ്ഞ ആൾക്കാർ അത് അല്ലാത്തൊരു ഫീലാണ് അല്ലേ? ഇനിയിപ്പോൾ ബാക്കി കോളേജുകൾ പോകാൻ തുടങ്ങുന്നു, ബാക്കി ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവാൻ പോകുന്ന എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര രസമായിരിക്കും. ഇതിലേ നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ നീറ്റ് ജേണി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ വർഷത്തെ എക്സാം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പുതിയതായിട്ട് ഇനി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എല്ലാവരോടും കൂടെ പറയാനുള്ള കുറച്ച് മറുപടികളും കൂടെ നമുക്കിതിൽ വേണം. വെറുതെ ഒരു എന്താ പറയുക, ഒരു ഭംഗി വാക്കിനായിട്ടൊന്നും പറയണ്ട. നമുക്ക് സംസാരിക്കുന്ന ഒരു ജെന്യൂൻ ടോക്കാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്, നമുക്ക് അത് കൊടുക്കണം. അതായത് സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ എക്സാമിൽ പല കുട്ടികളും നന്നായിട്ട് പഠിച്ചവരാണ്, മാക്സിമം എഫേർട്ട് എടുത്ത കുട്ടികളാണ്. ഈ എഫേർട്ടൊക്കെ എടുത്തിട്ടും പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് തളർന്നു പോയ കുറേ കുട്ടികളുണ്ട്. എന്തിനു പറയുന്നത്, ഈവൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ചില കോളുകൾ അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, നല്ലപോലെ പ്രിപ്പയർ ചെയ്ത കുട്ടികളാണ്. അവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ടോപ്പേഴ്സ് ആയിരുന്നു. എന്തിനു പറയണം, ചില കേരളത്തിൽ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യത്തെ 10-നുള്ളിൽ എത്തുന്ന വരെ പലരും പ്രതീക്ഷിച്ച കുട്ടികൾ വരെ എക്സാമിന് 500-ലും 520-ലൊക്കെ വീണുപോയി. ആ എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലാതെ പോയതുകൊണ്ടാണ് ആ സമയത്ത് അവർ വീണുപോയത്. അല്ലാതെ കുട്ടികൾ കഴിവില്ലാത്ത കുട്ടികളായതുകൊണ്ടല്ല. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നൈഫൊക്കെ ആ ഒരു എക്സാമിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റി? അതായത് 560 എബോ നമ്മൾ സ്കോർ വാങ്ങിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എങ്ങനെയാണ് നമ്മൾ ആ എക്സാമിന് അന്നത്തെ ആ ടഫായിട്ടുള്ള പേപ്പറിനെ എങ്ങനെയാണ് നൈഫ സമീപിച്ചത്? ഞാൻ പേപ്പർ ആദ്യം തുറന്നപ്പോൾ തന്നെ ഫിസിക്സിൽ അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫിസിക്സ് അത്യാവശ്യം ടഫാണ്, എന്തായാലും ഇതുവരെ കണ്ട പേപ്പറല്ല, ടഫാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നിങ്ങളെ വാക്കാട്ടോ, സത്യം. എക്സാം ടഫായി എല്ലാവർക്കും ടഫാവും, ഈസിയായി എല്ലാവർക്കും ഈസി ആവും. അതാണ് ആദ്യം സത്യം ഫസ്റ്റ് അതാ വന്നത്. അപ്പം എനിക്ക് സത്യം പറയാൻ നിങ്ങൾ ഓർമ്മ വന്നേ, ഞാൻ JP പറഞ്ഞ പോലെ എക്സാം എല്ലാവർക്കും ടഫാണ്. എന്നാലും എത്ര ടഫാ പറഞ്ഞാലോ നമ്മൾ മനസ്സല്ലേ, ലാസ്റ്റ് ആ ഒരു 15 മിനിറ്റിൽ ചെറുതായിട്ടൊന്ന് പതറിയുന്നു. കുറേ വിട്ടുക്കണമല്ലോ, ഒന്നും കേട്ടിട്ടില്ലല്ലോ, അങ്ങനെ എന്താ ചെയ്തേണ്ടതെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏത് സ്റ്റുഡൻ്റ് എടുത്താലും അവർക്ക് എന്തായാലും ഒരു ബദറലുണ്ടാവും. പക്ഷെ അല്ലാത്തൊരു ആ ഒരു 3 മണിക്കൂറിനെ എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ആക്കുന്നു അതിനനുസരിച്ച് നമ്മൾ മാർക്ക് കൊടുക്കും. നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഞാൻ എൻ്റെ കേസ് എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എക്സാം എങ്ങനെ എഴുതേണ്ടി പഠിച്ചിട്ടില്ല, സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാൻ ഇവിടെ എന്തെങ്കിലും ശേഷം എക്സാം നേരെ വൃത്തിക്ക് എഴുതാൻ പഠിച്ചിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ പഠിച്ച്, പക്ഷെ പഠിച്ചോണ്ടും അത്രയും കാര്യമില്ലല്ലോ. എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇത്ര സമയം കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം, അങ്ങനത്തെ ഒരു ഇത് ഇവിടെ നിന്നേഷം കിട്ടിയിട്ടോ. അതൊക്കെ ഇവിടുത്തെ സാറുമാരും എൻ്റെ ഫ്രണ്ട്സും ഞാൻ ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചിരുന്നില്ലേ, അങ്ങനെയൊക്കെ ഹത്തിക്ക് ഉണ്ടായിന്. ഇങ്ങനെയൊക്കെ പഠിക്കണമല്ലേ, ഇവിടെ നിന്നിട്ട് ഇപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ടോപ്പേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലേ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് എക്സാം ടൈമിൽ ചെയ്യണമല്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ്, പഠിക്കണ ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ അന്നതിന് ശേഷം ഞാൻ നേരെ ഉൾട്ടാക്കിയത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ മിസ്റ്റേക്ക് എന്താണോ അത് നോക്കി തിരുത്തി, അതാണ് ആദ്യം ചെയ്തത്. എന്നാലുള്ളൂ നമുക്ക് എക്സാം എഴുതാൻ പഠിക്കണം. അതാണ് ഇത് സംബന്ധിച്ചും നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നൈഫ് ഇപ്പോൾ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. ഞാൻ കുട്ടികളോട് സംസാരിക്കാൻ നൈഫ് ചെയ്ത്
അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളുടെയും ഒരു വലിയ പ്രശ്നം നൈഫ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലുണ്ട്. ചില കുട്ടികൾ ഒരു എൻട്രൻസിന് പോകുമ്പോൾ അവർ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി പോകും. അവരുടെ റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ പോകും. പക്ഷെ പലപ്പോഴും പഠിത്തം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. സ്കോർ ഇമ്പ്രൂവ് ആവില്ല. അപ്പോൾ തന്നെ ആദ്യത്തെ 1 മാസം 2 മാസം കഴിഞ്ഞു പോയിണ്ടാവും. പിന്നെയുള്ള സമയത്തുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വിഷമത്തോടുള്ള പോക്കായിരിക്കും. എന്തോ ഞാനിതിൽ വന്ന് പെട്ടുപോയി എന്നുള്ള രീതിയിലാണ് പല മക്കളും പോകുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കളെ ചുമ്മാ തിയറി പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങൾ പ്രോബ്ലംസ് എത്ര കണ്ട് ചെയ്യുന്നു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ബെസ്റ്റ് ആവാൻ പറ്റും. നൈഫ ഇപ്പോൾ പറഞ്ഞൊരു വാക്ക് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നമുക്ക് എക്സാം എന്താ നമ്മൾ എഴുതാൻ പോകുന്ന നീറ്റാണ്. അവിടെ MCQs ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഈ MCQs സോൾവ് ചെയ്യണമെങ്കിൽ MCQs പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ചുമ്മാ കുറേ തിയറി വായിച്ചിട്ട് കാര്യമില്ല. പല മക്കളും ഇപ്പോഴും എക്സാമിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന വലിയ മണ്ടത്തിലാണ് തിയറി പഠിച്ച് തീരട്ടെ എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു പാടാണ് ഈ MCQsന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ, ആൾ എന്നെ പൊക്കിയിട്ടാണെങ്കിൽ ശരി പറഞ്ഞൊരു കാര്യമാണ്, എക്സാമിൻ്റെ സമയത്ത് അങ്ങനെ തോന്നി എക്സാം ടഫാകുമ്പോൾ എല്ലാവർക്കും ടഫാവൂലേ, അതുകൊണ്ട് അത് മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ അടുത്തൊരു വലിയൊരു പാടാണ്. നിങ്ങൾക്ക് എക്സാം ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും, നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. നിങ്ങൾ അത്യാവശ്യം പഠിച്ച കുട്ടികളാണെങ്കിൽ നമ്മൾ എന്താണോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പം എന്താണ് മോൾ ഇപ്പോൾ റാങ്ക് എത്രയായിരുന്നു നൈഫ വന്നത്? 8,000 സംതിങ്. അതായത് ഈ വർഷം നമുക്ക് ചിലപ്പോൾ തൃശ്ശൂർ അവിടെയൊക്കെ കിട്ടുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, തൃശ്ശൂർ പോലുള്ള നല്ല കോളേജിൽ തന്നെ. ഇനി അതെല്ലാം നൈഫ വിചാരിക്കുകയാണ് എയിംസിലേക്ക് പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എയിംസിൽ ആദ്യത്തെ ഒരു ടോപ്പ് 10 വരുന്ന എയിംസ് മംഗലഗിരിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ലാസ്റ്റ് ടൈമിലെ റാങ്കൊക്കെ നോക്കുമ്പോൾ. അപ്പം എന്തായാലും നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം, പുറത്തേക്ക്? നാട്ടിൽ തന്നെ. എന്തായാലും പല കുട്ടികളുടെ ഒരു ചോയ്സാണ്. ഇവിടെ തന്നെ നല്ല റിസൾട്ട് വരുന്ന പല കുട്ടികളും കോഴിക്കോട് ചൂസ് ചെയ്യാറുണ്ട്, തൊട്ടടുത്ത് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കോട്ടയം, തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലൈഫാണ്, അടിച്ചുപൊളി ലൈഫാണ്. ഇപ്പം നമ്മളെ ബിലാലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തൃശ്ശൂരിൽ അക്കാഡമിക്സ് നല്ല രസമാണ്, ഒപ്പം തന്നെ എല്ലാ ആക്ടിവിറ്റീസ്, എല്ലാ കൾച്ചറൽസൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അങ്ങനെ ഒരു കോളേജിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ. ഇതിനേക്കാൾ ഉപരി ലൈഫിൽ ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് ഉള്ള ഈ വലിയൊരു യാത്രയിൽ മോൾക്ക് ഏറ്റവും സപ്പോർട്ടായ, കുറച്ച് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ? അങ്ങനെ തോന്നുന്നു മോളുടെ ഒരു 10ാം ക്ലാസ് മുതൽ ഇനി അങ്ങോട്ടേക്ക് 11th 12th ആവട്ടെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, നമ്മളെ മനസ്സുകൊണ്ട് ചിലപ്പോൾ നീ സെറ്റ് പാടി നമ്മുടെ ഒരു പുറത്ത് പറയണ്ട, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടരുത് ആ കുട്ടിക്ക് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ എന്നാൽ പോലും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു കുറച്ച് പേരുകൾ ഒന്ന് പറയാമോ? അവരാരാ എന്താന്നൊക്കെ? ഫസ്റ്റ് ടൈം എൻ്റെ പാരൻസ് ആണ്. അത് എനിക്ക് ചെറുപ്പം മുതലേ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാ പഠിപ്പിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ഒപ്പൊക്കെ ഗൾഫിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് ഓരോ ഉറപ്പയച്ച് തരുമ്പോൾ അത് എനിക്ക് ഫീസ് എടുക്കണ കഴിയുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അല്ല ഇതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒപ്പം അത്രയും അവിടെ നിന്ന് ചോറിന് ഇതാക്കി ഉണ്ടാക്കണ പൈസയാണ്, അത് പോയില്ലേ എന്നുള്ള ചിന്ത ഉണ്ടായി. അപ്പോഴൊക്കെ എൻ്റെ ഒപ്പം എന്നോട് പറഞ്ഞു ഒന്നും നോക്കണ്ട, പഠിച്ചോ. ഫസ്റ്റ് ടൈം പാരൻസ് ആണ്. പിന്നെ എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം കേട്ടോ, ഞാൻ ഇതേപോലെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പുറത്തൊക്കെ വന്ന് എൻ്റെ വീട്ടിൻ്റെ 4 ഓറൊക്കെ നടക്കുമ്പോൾ 4 ആൾക്കാർ, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പുറത്തിറക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഇവർ ചോദിക്കും നമ്മളോട് എന്തായി വർഷം ഇപ്പം എന്തിനാ പഠിക്കണേ. അപ്പം അധികം ആൾക്കാർക്ക് ഇതെന്താ അറിയില്ല, ജെപിക്ക് അറിയാലോ, ഇപ്പൊ കുറേയൊക്കെ അറിയാമെന്ന് വിചാരിക്കണം. എന്നാലും ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആർക്കും അറിയില്ല. ഇന്നലെ ഒരു കുട്ടി വിളിച്ചോ പറഞ്ഞു, അതായത് നിർത്താനായില്ല, എന്നെ കൊണ്ട് ഇനി നിർത്താനായില്ല, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. ഒരിക്കലും മറ്റുള്ളവർക്ക് അതിൽ എന്തിനു പറയണം, ആ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു 3 ദിവസം അവരുടെ ഒരു ദിവസം അവരുടെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു നോക്കിയാൽ അവർക്ക് പറ്റൂല. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, ഇത് മാത്രമല്ല കുറേ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു റിപ്പീറ്ററിനോളം കഷ്ടപ്പെടുന്നു ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാണോ വലിയ ആളാണോ എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ കഷ്ടപ്പെടുന്ന, എല്ലാം മാറ്റി വെച്ച് കഷ്ടപ്പെടുന്ന മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യത്തിൽ ഏറ്റവും വലിയ സെല്യൂട്ട് അർഹിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അവർ ഏറ്റവും എന്താ പറയുക, മറ്റുള്ള ആരും അവരെ നമ്മൾ കൈകൂപ്പി പോകും. അത്രയ്ക്കും റെസ്പെക്റ്റോടുകൂടെ ഒരു നീറ്റ് റിപ്പീറ്റേഴ്സിനെ കാണാം. അത്രയും കഷ്ടപ്പെടുന്നുണ്ട് മക്കൾ ഓരോരാളും. പക്ഷെ നമ്മുടെ യാത്ര പലരും മനസ്സിലാക്കാതെ പോകുന്നു. അപ്പോൾ ഉമ്മ എന്ന് പറയുമ്പോഴേ എനിക്ക് ഇവിടുന്ന് ഒരു ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും ഈ മക്കളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മൾ ഇത്രയും കാലം നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് കഷ്ടപ്പെടുക. ഇപ്പം നൈഫയുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പ പുറത്താണുള്ളത്. ഉപ്പക്ക് ഉമ്മയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഉപ്പ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കെട്ടിച്ചയക്കാനായി. ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവലാതിയാണ്. അവരുടെ ലൈഫ്
കഴിഞ്ഞു. നിങ്ങൾ കുട്ടികളാവുന്നതോടുകൂടെ ഓരോ കുട്ടികളോട് എനിക്ക് പറയാം, നിങ്ങളാവുന്നതോടുകൂടെ പാരൻസിൻ്റെ ലൈഫ് തീർന്നു. അവർ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. അവരുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ചിലപ്പോഴും ഉമ്മാക്കും ഉപ്പാക്കും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. കാരണം നിങ്ങളെ ലൈഫ് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാരൻസ് കഷ്ടപ്പെട്ട് അന്യനാട്ടിൽ പോകുന്നത്. ഇതുപോലെ ഓരോ ആളുകളും നമ്മൾ പലപ്പോഴും കാണൂല നമ്മുടെ പാരൻസിനെ. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, നിങ്ങൾ സെറ്റായിട്ട് വേണം നിങ്ങളുടെ പാരൻസിനെ നോക്കാൻ. ഈ പഠിക്കട എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരിക്കലും ഒരു പാരൻസും നിങ്ങളുടെ നിന്ന് കുറേ കിട്ടിയിട്ട് ഇപ്പം നൈഫ ഡോക്ടറായി ഒരു ഏർണിങ്സ് ഒക്കെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവർ പറയുന്നത്. അപ്പോഴേക്ക് പിന്നെ എന്താ പറയുക, അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിലെ ആഗ്രഹങ്ങളൊക്കെ കുറേയൊക്കെ അങ്ങ് സൈഡിലേക്ക് അവർ മാറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫല്ലേ ഡിസൈൻ ആവുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ പഠിച്ചതിൽ നമുക്കൊന്നും പറയാനില്ല. A+കളുടെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടുതൽ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇപ്പം എന്തായി, പ്രൊഫഷണലി സെറ്റായി. ഞാൻ നാളെ ഡോക്ടർ ആവാൻ പോവാണ്, ഞാൻ MBBS ആയി. ഇതിനേക്കാൾ വലിയായിട്ട് എന്താ ഉള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ആ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടേക്കോ മനസ്സിൻ്റെ ഉള്ളിൽ ചുമ്മാ ഇരിക്കുമ്പോൾ പോലെ സന്തോഷം വരുന്നുണ്ടാവില്ലേ? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴും കുട്ടികളുടെ ഉള്ളിൽ സന്തോഷമാണ്. കാരണം എന്താ പറഞ്ഞാൽ അത് അത്ര ഈസി ആയിരുന്നില്ല. പണ്ട് എവിടെയോ ഞാൻ വായിച്ചൊരു ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഞാനും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കഴിയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അതിനടുത്തെത്തുമ്പോൾ അതങ്ങോട്ട് തട്ടിമാറ്റും. വീണ്ടും നമ്മൾ ഓടണം. അപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ പണി നിർത്തി പോകും. വീണ്ടും ഓടി വീണ്ടും നമ്മൾ അടുത്തെത്തുമ്പോൾ വീണ്ടും അങ്ങോട്ട് തട്ടിമാറ്റും. പക്ഷെ അവസാനം നമ്മളത് നേടിയെടുത്ത് കഴിയുമ്പോൾ ഇല്ല, അപ്പോഴാണ് മനസ്സിലാവുന്ന സത്യത്തിൽ അത്രത്തോളം മൂല്യം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ഈ MBBS എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സാധനമല്ല. പടച്ചോൻ്റെ കഴിവ് നേരിട്ട് അറിയാൻ പറ്റുന്നവരെ നാളെ നിങ്ങളെ ഡോക്ടേഴ്സ്. സത്യം പറഞ്ഞാൽ ലൈഫിൽ നമുക്കൊക്കെ കുറേ ഡോക്ടർമാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം എല്ലാവരും എന്താ പറയുക, പടച്ചോനെ കാത്തോളണേ. നാളെ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൈകൂപ്പുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടച്ചോന്ന് ആരെയാണോ കാണുന്നത് അത് നമ്മൾ ഡോക്ടർമാരായിട്ട് വരിക. നാളെ നൈഫാനെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകളുടെ ലൈഫിൽ അവരുടെ ദൈവത്തിന് തുല്യം, അവരുടെ പടച്ചോന് തുല്യമായിട്ട് ആവേണ്ട ഒരാളാണ്. ലൈഫിൽ സാധാരണക്കാരെ പാവപ്പെട്ട ആളുകളെ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡോക്ടറായിട്ട് മാറാൻ പറ്റണം. ഒപ്പം എനിക്ക് പറയാനുള്ളത്, വരാൻ പോകുന്ന നീറ്റ് ആസ്പിരൻസിന് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ സഫർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ കണ്ട പോസിറ്റീവ് ഉണ്ടാവും, നമ്മൾ കണ്ട നെഗറ്റീവ് ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണമെന്ന് അവരോട് ഒരു വാക്കിൽ ഒരു കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നാളെ അവർക്ക് നൈഫയുടെ വാക്കുകളിലൂടെ മുന്നോട്ട് പോയ കുട്ടികളാണ്. നാളെ നീറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോൻ്റെ താഴെ അവർ കമൻറ്റ് ചെയ്യാൻ പറ്റണം, ഈ വാക്കുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ എത്തിയതിൻ്റെ പിന്നിൽ അന്നത്തെ ആ താത്താക്ക് വലിയൊരു കൈയടി കൊടുക്കണം, ആ താത്തയാണ് എന്നെ ഗൈഡ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം. സോ നൈഫ, എന്താ അവരോട് പറയാനുള്ളത്? നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു കാര്യം ചെയ്തോട്ടെ, ഞാൻ ഈ സ്ക്രീനിൽ നിന്ന് മാറി തന്നാലേ നൈഫക്ക് അവരോട് സംസാരിക്കാം. ആ സാധനം ഏറ്റവും അടിപൊളിയായിട്ട് ആ കുട്ടികളോട് തന്നെ നൈഫ പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ JP പറഞ്ഞ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇടുന്ന എഫേർട്ട് ഉണ്ടല്ലോ അതൊരിക്കലും വേസ്റ്റ് അല്ല. നാളെ നിങ്ങൾക്ക് അത് ഓർത്തൊരു റിഗ്രറ്റും ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നോ അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു തോട്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞാൻ +2 പഠിക്കുമ്പോൾ +2 എക്സാം റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിരുന്നു മാത്സ് 2 ക്വസ്റ്റ്യൻ തെറ്റിച്ച് വേണ്ടിയില്ല, അങ്ങനെ ഒരു തോട്ട്. അതിപ്പോഴും നമ്മളെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവരുത്. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ കേസ് അറിയാലോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ അമ്മനോട് കുറേ ആൾക്കാർ ചോദിക്കും, ഈ എന്തിനാ അവളെ പറഞ്ഞയച്ച്, ഇനിയിപ്പോൾ അഡ്മിഷൻ കിട്ടിയാലും ഫീസ് അടക്കാനൊന്നും നിങ്ങളത് ഉണ്ടാവില്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാ പറഞ്ഞയച്ചെന്ന് ചോദിക്കും. പക്ഷേ ആ ആൾക്കാർ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മളോട് വന്നിട്ട്, ഓ എനിക്ക് കിട്ടിയില്ലേ, നല്ല കുട്ടിയായി, അടിപൊളിയായി അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഒന്നുമല്ല ജീവിതം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ അടിപൊളി ലൈഫ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു നാളേക്ക് വേണ്ടിയിട്ട് പല ആൾക്കാരും പറയും നിങ്ങൾ പ്രസൻറ്റുള്ള കണ്ടീഷൻ നിങ്ങൾ അടിപൊളിയായി കൊണ്ടുവരണമെന്നൊക്കെ. പക്ഷേ ഒരു റിപ്പീറ്റിനെ കൂട്ടി സംബന്ധിച്ചിടത്തോളം ഓളെപ്പോഴും ജീവിക്കുന്നത് ഫ്യൂച്ചറിലാണ്. എൻ്റെ ഫ്യൂച്ചർ അടിപൊളി വെച്ചാൽ അവളിപ്പോൾ അടിപൊളിയായി ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ പരമാവധി കൊടുക്കുക, നന്നായിട്ട് ഇൻപുട്ട് ഇടുക. അപ്പോൾ എന്നാലും ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്.